സാർ ഈ പ്രോപ്പർ സ്ഥലം എവിടെയാണെന്ന് പറയാൻ പറ്റുമോ? ഇത് പന്തരങ്കാവ് ടോൾ പ്ലാസന്റെ തൊട്ടടുത്തായിട്ട് വരും. ഡെക്കാത്തലോന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആണ് സ്ഥിതി ചെയ്യുന്നത്. ബൈപ്പാസ് സൈഡ് തന്നെയാണ്. സർവീസ് റോഡ് കൂടെ തൊട്ടടുത്ത് തന്നെ എൻട്രി ഉണ്ട്. ഹായ് സർ, നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോ നിൽക്കുന്നത് കാലിക്കറ്റുള്ളൊരു ചാർജിംഗ് സ്റ്റേഷനിലാണ്. ഓക്കെ സാർ, ഇവിടെ ചെയ്തിരിക്കുന്നത് 60 കിലോവാട്ടിന്റെ ഡുവൽ ഗൺ ആണ്. 2 കാർ ചാർജ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം സാർ എന്തുകൊണ്ടാണ് ഇവോക്ക് ചൂസ് ചെയ്യാൻ കാരണം? ഇവോക്ക് വെച്ചാൽ ഞാനൊരു ബിസിനസ്മാൻ ആണ്. അപ്പോൾ എനിക്ക് എൻ്റെ സ്ഥാപനത്തിന്റെ അടുത്ത് തന്നെ എനിക്ക് ഒരു ഇതിനെ പറ്റി അന്വേഷിച്ചപ്പോൾ നല്ലൊരു അഭിപ്രായം കിട്ടി. അപ്പോൾ ഞാൻ കുറെ വേറെ കമ്പനികളൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവോക്കായി സംസാരിച്ച് ഇവോക്കിന്റെ പഴയ മുമ്പ് നടത്തുന്ന ഫ്രാഞ്ചൈസി ആയിട്ട് സംസാരിച്ചപ്പോൾ ഇവരെ ഡീലിങ്ങും എല്ലാം നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെ ഇവരോട് ചോദിക്കുന്ന ചോദ്യമൊക്കെ കറക്റ്റായിട്ടുള്ള ആൻസറും എനിക്ക് കുറച്ച് ഫീസിബിൾ ആയിട്ടും തോന്നി. ഓക്കെ, ഇപ്പൊ സാർ ഇപ്പം തീർച്ചയായിട്ടും ഒരു ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്. അതിന്റെ ഭാഗമായിട്ട് സാർ തീർച്ചയായിട്ടും സ്റ്റഡി നടത്തി കാണില്ലേ? സാർ എങ്ങനെയാണ് സ്റ്റഡി ചെയ്തത്? ഞാൻ ഇവോക്കിന്റെ അവരായിട്ട് സംസാരിച്ചു. പിന്നെ മറ്റുള്ള കമ്പനികളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവോക്കായിട്ട് സംസാരിക്കുമ്പോൾ ഇവോക്കിന്റെ 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന വേറെ ഫ്രാഞ്ചൈസി ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഇവരുടെ ഡീലിംഗ് എല്ലാം നല്ല കറക്റ്റാണ്. പിന്നെ 1 മന്ത് കറക്റ്റ് 5th ആകുമ്പോഴേക്ക് പേയ്മെന്റ് ഒക്കെ റിലീസ് ആക്കുന്നുണ്ട്. പിന്നെ ഡീറ്റെയിൽസ് ഫുള്ളായി തരുന്നുണ്ട്. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ ഇവർക്ക് എഗ്രിമെന്റ് ഒന്നും അവർ ഇതായിട്ട് പറയുന്നില്ല. മറ്റുള്ള കമ്പനികൾക്ക് അവർക്ക് എഗ്രിമെന്റ് വെച്ചിട്ട് അതിന് ഭയങ്കര ഇതും അവർ അണ്ടറിലാണ് പോവുക. ഇവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം. അപ്പൊ സാറിന് തീർത്തും ഈ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ഇവിടെ വെച്ചിരിക്കുന്ന എക്യുപ്മെന്റും തീർത്തും സാറിന്റെ പേരിലാണ്? ഇതെല്ലാം എന്റെ പേരിൽ തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സാർ KCBയിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അത് സാറിന്റെ പേരിലാണോ കമ്പനിയുടെ പേരിലാണോ ചെയ്തിട്ടുള്ളത്? അതൊക്കെ എന്റെ പേര് തന്നെ, സാറിന്റെ പേരിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവോക്കിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ അതൊക്കെ അങ്ങനെ ഒരു കുറെ ഇതുണ്ട്. മറ്റേതാകുമ്പോൾ മറ്റേ കമ്പനികളുടെ പേരിലാണ് എല്ലാം. നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഓക്കെ, സാർ പറഞ്ഞതുപോലെ സാർ ഒരുപാട് കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവോക്കിലോട്ട് വന്നത്. മറ്റ് കമ്പനികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്ത് സർവീസാണ് ഇവോക്ക് സാറിന് ഓഫർ ചെയ്യുന്നത്? ഞാൻ ഈ ഇവോക്കിനെ പറ്റി സ്റ്റഡി ചെയ്തിടത്തോളം എനിക്ക് കൂടുതൽ അറിയാൻ പറ്റുന്നത് ഇവോക്ക് തന്നെ ഒരു പ്ലാറ്റ്ഫോമാണ്. EV വെഹിക്കിൾ ഓണേഴ്സിന്റെ ഒരു പ്ലാറ്റ്ഫോം. ഇതിന് കൂടുതലായിട്ടുള്ള ഒരു പരസ്യത്തിന്റെ ഒരു ആവശ്യമില്ല. ഈ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് അവർക്ക് ഓൾറെഡി അതിന്റെ എല്ലാ ലൊക്കേഷൻസ് എല്ലാം കിട്ടും. പിന്നെ വേറെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഇവര് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ യൂണിറ്റിന് നല്ലൊരു ഡിസ്കൗണ്ട് ഇവോക്ക് ചെയ്യുന്നുണ്ട് അവരെ മെമ്പർഷിപ്പ് എടുത്തവർക്ക്. അത് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് അതിൽ കൂടുതലായിട്ടൊരു കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി. അപ്പൊ അങ്ങനെയാണ് ഞാനത് ഇവോക്ക് പ്രിഫർ ചെയ്യാൻ കാരണം. ഓക്കെ സാർ. പിന്നെ സാറിന് അറിയാമല്ലോ നമ്മളുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ, സ്റ്റാറ്റിക്, അതുപോലെ മെർസിഡീസ് ബെൻസ് പോലെയുള്ള റെപ്യൂട്ടഡ് ടോപ്പ് 13 ഇന്ത്യയിലുള്ള CPOs ചാർജ് പോയിന്റ് ഓപ്പറേറ്റേഴ്സിന്റെ ആപ്ലിക്കേഷൻ വെച്ചും നമ്മൾ സ്റ്റേഷൻസ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ടാറ്റ അല്ലെങ്കിൽ MG അല്ലെങ്കിൽ ബെൻസ് ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ ഇങ്ങോട്ട് വരുമ്പം അവർക്ക് ബേസിക്കലി അവരുടെ ആപ്ലിക്കേഷനിൽ തന്നെ അല്ലെങ്കിൽ സ്ക്രീനിൽ തന്നെ നമ്മൾ സ്റ്റേഷൻ കാണാൻ പറ്റും. അപ്പോൾ അവർക്ക് അതിനായിട്ട് ഇവോക്കിന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ചാർജ് ചെയ്യേണ്ട റിക്വയർമെന്റ് വരുന്നില്ല. ചിലപ്പോൾ ആളുകൾ ഇവിടെ ചാർജ് ചെയ്യാൻ വരുന്ന സമയത്ത് അവർ തീർത്തും 1 മണിക്കൂർ അല്ലെങ്കിൽ 1.25 മണിക്കൂറോളം നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പം അവർക്ക് ഒബ്വിയസ്ലി കാറിൽ അത്രയും സമയം സ്പെൻഡ് ചെയ്യുന്നത് ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അതിനായിട്ട് എന്തെങ്കിലും ഫെസിലിറ്റി നമ്മൾ ഞങ്ങൾ തന്നെ ജസ്റ്റ് ബേക്കിന്റെ കഫേ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ എല്ലാം കേക്ക്സും ഇതെല്ലാം കിട്ടുന്നതാണ്, ജ്യൂസ് എല്ലാം. അപ്പോൾ അവർക്കൊരു ആ റെസ്റ്റ് ടൈമിൽ അവർക്ക് ഫുഡും ഇതൊക്കെ കഴിക്കാനുള്ളൊരു ഇതും കൂടി ഇവിടെ ഒരു ബെനിഫിറ്റാണ്. ഓക്കെ, താങ്ക് യു.